നമ്മുടെ ഈ നാട്ടിൻ്റെ പേര് മാധവമംഗലം എന്നാണ്. അപ്പോൾ ആ മാധവമംഗലം എന്ന പേര് വരാൻ കാരണം ഒരു മഹാവിഷ്ണു ക്ഷേത്രം നമ്മുടെ ഈ നീലിയാർ കോട്ടത്തിൻ്റെ ഞാൻ നിൽക്കുന്നതിൻ്റെ വലതു ഭാഗത്തായിട്ട് ഈ വിഷ്ണു ക്ഷേത്രമായ മാധവമംഗലം എന്നൊരു പുരാതന ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പേര് കൊണ്ടാണ് നമ്മൾ ഈ ദേശത്തിന് മാധവമംഗലം, അതായത് മംഗളം തരുന്ന മാധവൻ കുടികൊള്ളുന്ന നാടാണ് നമ്മളെ നാട്. ഈ നാടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പിന്നെ പ്രധാനമായിട്ടും നമ്മളെ ഈ കളിയാട്ട സിനിമയിൽ പറയുന്ന ചെമ്മങ്കുന്നും വണ്ണാത്തിപ്പുഴ, ആ പാട്ട് വണ്ണാത്തിപ്പുഴ എന്നുള്ളൊരു പുഴയുടെ തീരത്ത് നിന്നുള്ളൊരു പാട്ട് തന്നെയുണ്ട്. അപ്പോൾ ഈ വണ്ണാത്തിപ്പുഴ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ നീലിയാർ കോട്ടത്തിൻ്റെ വലതു ഭാഗത്തേക്കൂടെ ഒഴുകുന്ന പുഴയാണ്, കിഴക്ക് ഭാഗത്തായിട്ട് ഒഴുകുന്ന പുഴയാണ്. അപ്പോൾ ഇങ്ങനെ ചരിത്രപ്രസിദ്ധമായ ഒരുപാട് കാര്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഭൂമിയാണ് നമ്മുടെ മാധവമംഗലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നീലിയാർ കോട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിപുരാതന കാലം തന്നെ നീലിയാർ കോട്ടം എന്ന ഈ കോട്ടത്തമ്മിയും നമ്മുടെ ഈശ്വരന്മാരായ വേട്ടക്കരുമനും ഊർപ്പഴശ്ശിയും മറ്റൊന്ന് പ്രധാന വിഷ്ണുമൂർത്തിയുടെ ഒരു അഗ്നിരൂപമായ അല്ലെങ്കിൽ അഗ്നിയിലേക്ക് പ്രവേശിക്കുന്ന രൂപമായ ഒറ്റക്കോലം എന്ന് പറയുന്ന ഈ ഒരു തെയ്യവും അതിപ്രധാനം ഉൾക്കൊള്ളുന്നതായ ഒരു നാടാണ് നമ്മുടെ നാട്. അപ്പോൾ ഈ ഒറ്റക്കോലത്തിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും അതിൻ്റെ മിത്ത് എന്ന് പറയുന്നത്, അതായത് ഈ പാലായി കൃഷ്ണൻ പരപ്പൻ എന്നുള്ള ഒരു വ്യക്തി, ഒരു മലയാ സമുദായത്തിൽപ്പെടുന്ന പാലായി കൃഷ്ണൻ പരപ്പൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഒരു വിഷ്ണു സ്വപ്നത്തിൽ കാട്ടിക്കൊടുത്ത ഒരു രൂപമാണ് നമ്മൾ ഇന്ന് സാധാരണ വീടുകളിലും ക്ഷേത്രങ്ങളിലും കെട്ടിയാടുന്ന വിഷ്ണുമൂർത്തി എന്ന തെയ്യം. അപ്പോൾ ആ തെയ്യത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് പാലന്തായി കണ്ണൻ്റെ കഥകൾ എല്ലാവർക്കും ഏകദേശം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ കഥകളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യം, ഈ പാലായി പരപ്പൻ എന്ന ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു സ്വപ്നത്തിൽ ദർശനമുണ്ടായി, ആറ്റവും തോറ്റവും ഒക്കെ സ്വപ്ന ദർശനത്താൽ അദ്ദേഹത്തിന് കിട്ടുകയും പിന്നീട് കോട്ടപ്പുറം വൈകുണ്ഠേശ്വര ക്ഷേത്രം എന്ന് അറിയപ്പെടുന്ന ആ സ്ഥലത്ത് ആദ്യമായി വിഷ്ണു മൂർത്തി എന്നിരിക്കുന്ന ആ തെയ്യം കെട്ടിയാടി. അതിനുശേഷം അന്ന് നാട് വാഴുന്ന കോലത്തിരി രാജാവ് പാലായി പരപ്പൻ കൃഷ്ണൻ പരപ്പൻ എന്നുള്ള അദ്ദേഹത്തിന് ഇങ്ങനൊരു കഴിവ്, ഒരു സിദ്ധിയുണ്ടെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആ സിദ്ധി, ആ കഴിവിനെ ഒന്ന് പരീക്ഷിക്കാൻ ഉണ്ടാക്കിയൊരു രൂപമാണ് നമ്മൾ ഇന്ന് കാണുന്ന തീച്ചാമണ്ടി അല്ലെങ്കിൽ ഒറ്റക്കോലം എന്ന രൂപം. അപ്പോൾ ആ ഒറ്റക്കോലത്തിന് അദ്ദേഹത്തോട് ഇന്ന് കാണുന്ന ഈ നമ്മൾ അഗ്നിയിൽ പ്രവേശിക്കുന്ന ആ രൂപത്തോടെ അഗ്നിയിലേക്ക് പോകാൻ സാധിക്കുമെന്ന് പറയുകയും അദ്ദേഹം കൃത്യമായ വ്രതങ്ങൾ എടുക്കുകയും ആ ഭഗവാനെ മനസ്സിൽ ഉൾക്കൊള്ളുകയും അഗ്നിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അപ്പോൾ ആ ആദ്യമായി ഒറ്റക്കോലം ഉണ്ടായ സ്ഥലം എന്ന് പറയുന്നത് കുഞ്ഞിപ്പുളിക്കാൽ എന്ന് പറഞ്ഞാൽ നീലേശ്വരം കുഞ്ഞിപ്പുളിക്കാൽ എന്ന ഒരു ക്ഷേത്രത്തിലാണ്, ഒരു സ്ഥലത്താണ്. അപ്പോൾ ഒറ്റക്കോലം ഇപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. മറ്റൊന്ന് ഈ വിഷ്ണുമൂർത്തിയുടെ പ്രധാനപ്പെട്ട ദശാവതാരം ഉൾക്കൊള്ളുന്ന ഒരു തെയ്യമാണ് നമ്മളെ ഒറ്റക്കോലം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നരസിംഹമൂർത്തിയുണ്ട്. പിന്നെ അഗ്നിയിലേക്ക് പ്രവേശിക്കുന്നത് മറ്റൊരു കഥ കൂടി, ഇപ്പം ഹിരണ്യകശിപൻ്റെ കഥയായി ബന്ധപ്പെടുന്ന കുറച്ച് കഥകൾ പറയുമെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട കഥ എന്ന് പറയുന്നത് ഈ പാലായി പരപ്പനെ ഈ രാജാവ് പരീക്ഷിച്ച ഒരു കഥയാണ്. അപ്പോൾ അത് തെയ്യത്തിൻ്റെ മൊഴി തന്നെ അങ്ങനെ ഒരു പരീക്ഷണാർത്ഥം കൊണ്ട് കൂട്ടിയതാണോ എന്ന് തെയ്യം ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ചില സാഹചര്യം വന്നാൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ തീയ സമുദായക്കാർ ഈ അഗ്നിയിലേക്ക് തെയ്യം അഗ്നിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തീയ സമുദായക്കാർ അത് വേണ്ട, അത് മതി എന്ന് വിലക്കും. നമ്മൾ നാടൻ ഭാഷയിൽ വിലക്ക് എന്ന് പറയും.
അപ്പോൾ അത് ഈ കുഞ്ഞിപ്പുള്ളിക്കാൽ ആദ്യമായി പാലാപരപ്പൻ അദ്ദേഹം കെട്ടിയേറ്റാകുമ്പം ഈ തീയ സമുദായക്കാർ പോയിട്ട് ഇങ്ങനെ തെയ്യത്തിന് പിടിക്കുകയുണ്ടായത്, ഇനി വീഴാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയായിട്ട്, അതിൻ്റെ ആ ഒരു ആചാരമായിട്ട് ഇന്നും അങ്ങനെ തെയ്യത്തിനെ വിലക്കുക എന്നൊരു ചടങ്ങുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒറ്റക്കൊലത്തിൻ്റെ ചരിത്രം നമുക്ക് പറയാനുള്ളത്.